ഇപ്പോൾ മന്ത്രി പി.സി. വിഷ്ണുനാഥ് നമുക്കൊപ്പം ചേരുന്നു. സാർ, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു മലയാള സിനിമയുടെ ഒരു കാലഘട്ടമാണ് വിടവാങ്ങുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? സലിമേട്ടന് രാവിലെ വെന്റിലേറ്ററിലായി, സുഖമില്ല, അല്പം കൂടുതലാണെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മകനെ വിളിച്ചിരുന്നു, ചന്തുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ മകൻ പറഞ്ഞത് വെന്റിലേറ്ററിലാണ്, പക്ഷെ ഇപ്പൊ മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്, BP ഒക്കെ നോർമലായി വരുന്നു. അപ്പൊ നമ്മളെല്ലാം കരുതിയത് ഒരുപാട് തവണ സലീമേട്ടൻ മരണത്തെ മുഖാമുഖം കണ്ട് ആ അനുഭവമൊക്കെ അദ്ദേഹം വളരെ തമാശയോടുകൂടി എത്രയോ തവണ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് തന്നെ ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് എത്രയോ വർഷങ്ങളായിട്ടുള്ള അടുപ്പവും ബന്ധവുമാണുള്ളത്. ഞാൻ KSUക്കാരനായിരുന്ന കാലത്ത് എന്നോട് അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം ഒരു KSUക്കാരനായിരുന്നു കോളേജിലെ. അതുപോലെ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മടിക്കാത്ത ചലച്ചിത്ര താരമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുമായിട്ടും ചലച്ചിത്ര മേഖലയിലെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. സലീമേട്ടനുമായിട്ട് ആരും പിണങ്ങിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം അങ്ങനെയായിരുന്നു. ജീവിതത്തെ വളരെ സരസമായി കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിതത്തിലും. എന്നാൽ ആദ്യകാലത്ത് തമാശ നിറഞ്ഞ റോളുകൾ ഗംഭീരമായി ചെയ്തു. പിന്നീട് ഇപ്പൊ അച്ഛനുറങ്ങാത്ത വീട് മുതൽ കാണുന്ന സലീമേട്ടന്റെ മറ്റൊരു ഭാവപകർച്ചയുണ്ട്. അത് ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടുന്നത് വരെ എത്തി. അപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് നേടാവുന്നതെല്ലാം അദ്ദേഹം നേടി. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടി, പുരസ്കാരങ്ങൾ കിട്ടി. അങ്ങനെ ഒരു അവസരത്തിൽ ഉള്ള ഈ യാത്ര, അപ്രതീക്ഷിതമായ ഈ യാത്ര പറച്ചിൽ വളരെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് എല്ലാവർക്കും വലിയ വേദനയാണ്, ദുഃഖമാണ്, സങ്കടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിനിസ്റ്റർ, ഈ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ല, സ്വഭാവ നടനൊക്കെയായി നമ്മളെ വിസ്മയിപ്പിച്ച ഒരാളാണ് വിടവാങ്ങുന്നത്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയാതെ നമ്മുടെ മലയാളികളുടെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാമോ? ഞാൻ അദ്ദേഹത്തെ മുമ്പൊരിക്കൽ എറണാകുളത്ത് ഒരു KSU പ്രസിഡന്റായി പത്രസമ്മേളനം നടത്താൻ പോകുമ്പോൾ അദ്ദേഹവും ലാൽ ജോസും അച്ഛനുറങ്ങാത്ത വീട്, അന്ന് ഇപ്പോഴത്തെ പ്രൊമോഷൻ രീതികളല്ല, പ്രസ് ക്ലബിൽ വന്ന് സംവിധായകനും നടനും എല്ലാം പത്രസമ്മേളനം നടത്തണം. അപ്പോൾ ആ പത്രസമ്മേളനം നടത്താൻ വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ട് സംസാരിക്കുന്നത്. അന്ന് മുതൽ അദ്ദേഹത്തിനോടുള്ള അടുപ്പമുണ്ട്. പിന്നെ താങ്കളോട് സൂചിപ്പിച്ചതുപോലെ ഇപ്പം തമാശ കഥാപാത്രങ്ങൾ ചെയ്യുക, ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം ഈ നവമാധ്യമങ്ങളുടെ ഒരു കാലത്ത് വീണ്ടും വീണ്ടും ഒരു ദിവസം നമ്മൾ ഒരു സലീമേട്ടന്റെ ഒരു കഥാപാത്രത്തെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒരു ട്രോൾ രൂപത്തിൽ കാണാതെ നമുക്ക് പോകാൻ കഴിയില്ല. അത്രയേറെ ഇപ്പോഴത്തെ തലമുറയായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നടനാണ് ശ്രീ സലീം കുമാർ. നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. മന്ത്രി പി.സി. വിഷ്ണുനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.